ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ഷർട്ടൊക്കെ ഒന്ന് തേച്ചെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടി ആ ഷർട്ട് തേക്കണേൻ്റെ എങ്ങനെയൊക്കെയാണ് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്ന ഷർട്ട് എങ്ങനെയാണ് തേക്കണേന്നൊക്കെയല്ലാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനിതൊരു ഹാഫ് സ്ലീവ് ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് തേച്ചെടുക്കാം. അപ്പോൾ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ സ്പ്രേ വന്ന ബോട്ടിൽ തന്നെയാണ് ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് വെള്ളമൊക്കെ നിറച്ച് വയ്ക്കാം. പിന്നെ എന്തെങ്കിലും പെർഫ്യൂമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടി ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം, കോട്ടണൊക്കെ ആണെങ്കിൽ നനച്ചാൽ മതി, മറ്റേതൊന്നും നനയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കോളർ തേച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കോട്ടണിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കോളറാണ് കേട്ടോ തേച്ചെടുക്കുന്നത്. കോളറിൻ്റെ അകവും പുറവും ഒന്ന് മറിച്ചിട്ട് തേക്കണം കേട്ടോ. പിന്നെ ഇതങ്ങോട്ട് മടക്കി വയ്ക്കാം. മടക്കി വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ തേക്കാം. ഒക്കെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് വേണ്ടിട്ട് തേക്കാനായിട്ട്. എല്ലാ വസ്തുവോടെയും ഒക്കെ നല്ല പോലെ തേച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് തേക്കണം കേട്ടോ. ഈ നമ്മൾ തേക്കണ ഒരു ഏരിയ, ഒരുപാട് സ്ഥലമുള്ള നല്ലൊരു ഏരിയ ആയിരിക്കണം. അതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇപ്പോൾ ചിലവർക്കൊക്കെ കുറച്ച് സ്ഥലത്തിട്ടാണെങ്കിൽ തേക്കണേ എനിക്കും എളുപ്പമായിട്ട് തോന്നണം. പക്ഷേ തേക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക, കുറേ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് നന്നായിട്ട് ഷർട്ടൊക്കെയാണ് നല്ലപോലെ വിടർത്തിയിട്ട് നന്നായിട്ട് തേച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ തേക്കുമ്പോഴാണെങ്കിലും നല്ല കട്ടിയുള്ള ക്ലോത്ത് താഴെ ഇടൂലേ, അതിങ്ങനെ നന്നായിട്ട് നല്ല കട്ടിയുള്ള തുണികളൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ നല്ല ചൂട് താഴത്തുനിന്നും, അതായത് ഈ ഷർട്ടിൻ്റെ താഴത്തുനിന്നും നല്ലതായിട്ട് ചൂട് കിട്ടും. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ തേക്കുന്നതിൻ്റെ ആ ഒരു അയൺ ബോക്സിൻ്റെ ചൂട് കൊണ്ടും നല്ല ചൂട് കിട്ടും. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് തേച്ചെടുക്കാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, അമർത്തി ഇങ്ങനെ തേക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. അന്നേരം ഇതിൻ്റെ ബട്ടൺസ് ഇടാം. ബട്ടൺസ് ഞാനിതിൻ്റെ എന്താ പറയുക, ഒരു 3 ബട്ടൺസൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. ടോപ്പിലൊരു ബട്ടൺസ്, സെൻറ്ററിലൊരു ബട്ടൺസ്, പിന്നെ താഴത്തൊരു ബട്ടൺസ്. അപ്പോൾ ഇതാ ബട്ടൺസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂത്തുവിടാം കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ ഉള്ളിൽ നിന്ന് തേച്ചിട്ടില്ല കേട്ടോ, കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് തേക്കണില്ല. എപ്പോഴും പുറത്തുനിന്ന് തന്നെ അത് തേച്ച് വെച്ചാൽ മതി. പിന്നെ ഈ ബട്ടൺസിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് തേച്ചെടുത്തോളാം കേട്ടോ, അല്ലെങ്കിൽ അവിടെയൊക്കെ ചുരുണ്ട് പിടിച്ചിരിക്കും. ഇപ്പോൾ താഴ്ഭാഗവും ഒക്കെ ഇങ്ങനെ ചുരുണ്ട് പിടിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 കൈ തേക്കണം. കൈയുടെ ഈ ഭാഗം പുറകോട്ട് വരാൻ പാകത്തിന് ആക്കണം കേട്ടോ. തയ്യലൊരു ഡബിൾ സ്റ്റിച്ചായിരിക്കും അവിടെ. അപ്പോൾ അത് പുറകോട്ട് വരാൻ പാകത്തിനാക്കിയിട്ട് നന്നായിട്ട് തേച്ചെടുക്കുക. കൈയും ഒക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് നമുക്കിനി ഇത് മടക്കി വെച്ചാൽ മതി. കാരണം പുറകിലൊന്നും അല്ല തേക്കേണ്ടത് ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ തേക്കണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് തൂത്തുവിടുക കേട്ടോ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞ്. കാരണം നമ്മൾ ഓൾറെഡി അകത്തുനിന്ന് എടുത്ത് തേച്ചേക്കണതാണ്. ഇനി ഇത് മടക്കിയെടുക്കാം. മടക്കുമ്പോൾ ഒരു 2 ഇഞ്ച് ഇവിടെ നിന്ന് വരാൻ പാകത്തിന് വേണം മടക്കാനായിട്ട്. അപ്പോഴാണ് പെർഫെക്റ്റായിട്ട് മടക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇങ്ങനെ കൊണ്ട് വെച്ച് മടക്കി വെച്ചാൽ മതി. അല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ വരാൻ പാകത്തിന് അത് മടക്കി വെച്ചാൽ മതി.
അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷർട്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് നന്നായിട്ട് മടക്കി തേച്ചെടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. എടുക്കാനാണെങ്കിലും എളുപ്പമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. ഇപ്പം ഞാനിത് ഇങ്ങനെ ഒരേ ലെവലിൽ തന്നെ വയ്ക്കണില്ല. കാരണം ഇത് ഒരേ ലെവലിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം മാത്രം ഇങ്ങനെ പൊങ്ങി ഇരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഷർട്ടിൻ്റെ കോളർ വരാൻ പാകത്തിന് വയ്ക്കുക കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. പിന്നെ നമുക്ക് എടുക്കാനാണെങ്കിലും എളുപ്പമുണ്ട് ഇവിടെ നിന്ന് എടുക്കാനാണെങ്കിലും. അപ്പോൾ ഇത് ഫുൾ സ്ലീവ് ഷർട്ട് തേക്കണം എങ്ങനെയാണെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്ലീവ് മാത്രം കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫുൾ സ്ലീവ് ഷർട്ട് എൻ്റെ മോൻ്റെ ഷർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ സൈസിലുള്ള ഷർട്ടാണ്. ഇതുപോലെ അപ്പോൾ ഈ കൈ മാത്രം തേക്കണേ കേട്ടോ കാണിക്കണുള്ളൂ. അപ്പോൾ നമ്മൾ സൺഡേയ്സിലൊക്കെ ഒരു കുറച്ച് സമയം ഒന്ന് മെനക്കെടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ, അല്ലാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ എപ്പോഴെങ്കിലും തേക്കാമല്ലോ. പിന്നെ എപ്പോഴെങ്കിലും തേക്കാൻ നിൽക്കാണ്ടിരിക്കുക കേട്ടോ നല്ലത്. കാരണം നമ്മൾ തേക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയം തേക്കുവാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും. ഓരോ ഡ്രസ്സായിട്ട് തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കണ്ടമാനം വരും കേട്ടോ. അപ്പോൾ കഴിവതും ഒറ്റ ദിവസത്തിൽ തന്നെ, അതായത് ഒരാഴ്ചത്തെ ഡ്രസ്സ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് അങ്ങോട്ട് തേച്ച് വയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഫുൾ സ്ലീവ് ഷർട്ട് തേക്കുമ്പോൾ ഈ കഫൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ മടക്കി ഒന്നും വയ്ക്കാണ്ട് ഇങ്ങനെ എന്താ പറയുക, എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെയാണ് നമ്മൾ പോകണമെങ്കിൽ പ്രത്യേകിച്ചും അത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. മടക്കിയൊക്കെ വയ്ക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ അത്ര വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് സാധനമല്ലേ, ഇത് പുറകുവശത്തേക്ക് വരാൻ പാകത്തിന് വേണം മടക്കി തേക്കാനായിട്ട് കേട്ടോ. ഈ ഒരു സ്റ്റിച്ചില്ലേ അത്. അപ്പോൾ ഇനി ഇത് മടക്കണേ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫുൾ സ്ലീവ് ഷർട്ട് ഇതുപോലെ തന്നെ ഒരു 2 ഇഞ്ച്, പിള്ളേരുടെയൊക്കെ ആകുമ്പോൾ 2 ഇഞ്ചൊന്നും വേണ്ട കേട്ടോ, ഒരു 1.5 ഇഞ്ചൊക്കെ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയെടുക്കുക. ഇവിടെ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി വേണം, എന്നിട്ട് വേണം മടക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ലിനൻ്റെ ഷർട്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു പാടായിരിക്കും കേട്ടോ തേക്കാനൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ തേച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അന്നേരം നല്ലതായിട്ട് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം തേക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലത്തെ ഷർട്ടൊക്കെ എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ മിനിങ്ങി പോവുക എന്ന് പറയില്ലേ, അതുപോലത്തെ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഷർട്ടൊക്കെ നമുക്ക് തേച്ച് മടക്കി വെച്ചാലും നന്നായിട്ടിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ ഉള്ളിൽ വെച്ചിട്ട് വന്നിട്ടോ മടക്കി വെക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. തേക്കുന്നത് സാധാരണ പോലെ തന്നെ നമ്മൾ തേച്ചെടുക്കുക. അപ്പോൾ നമുക്ക് തേച്ചതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഷർട്ടിൻ്റെ ഞാനിങ്ങനെ കൈയൊക്കെ തേച്ചെടുത്തതിന് ശേഷം കേട്ടോ ബട്ടൺസൊക്കെ ഇടുന്നത്. കാരണം അതാണ് ഇതിനകത്ത് ഒരു ഈസി ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഹാങ് ചെയ്തിടുന്നവരുണ്ടല്ലോ, അതായത് ഷർട്ട് തേച്ചിട്ട് ജസ്റ്റ് ബട്ടൺസ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഹാങ്ങറിൽ ഇട്ടിടുവാണെങ്കിൽ അങ്ങനെ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. നന്നായിട്ട് കിടക്കുകയും ചെയ്തോളും. ഈ മടക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ തേച്ച് മടക്കി വയ്ക്കുമ്പോൾ ആ ഒരു മടക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും ഉണ്ടാവാണ്ടിരുന്നോളൂ അന്നേരം. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഒരു സൗകര്യമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ മടക്കി നന്നായിട്ട് വച്ചേക്കുവാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ മെൻസ് വാർഡ്രോബ് ഓർഗനൈസേഷൻ എന്നും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ഉടനടി തന്നെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഷർട്ടിൻ്റെ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് പാൻസ് അതുപോലെയുള്ളതൊക്കെ എങ്ങനെയാണ് തേക്കുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ കാണാം. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ ഇതുപോലത്തെ ഷർട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ എങ്ങാനും നടുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ബട്ടൺസ് ഇടാനായിട്ട്. ഫുള്ള് തേച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഉള്ളിക്കൂടെയാണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ പേപ്പർ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുത്താലും മതി കേട്ടോ. ഈ പേപ്പർ എന്താണെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനത്തെയുള്ള ഷർട്ട് തേക്കുമ്പോൾ. ഈ എന്നിട്ട് സാധാരണ പോലെ തന്നെ മടക്കുക. അപ്പോൾ പേപ്പറേ പടി തന്നെ എന്നിട്ട് നമ്മൾ മടക്കേണ്ടത്. പേപ്പർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതായത് ഇപ്പോൾ മടക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണ്ട, ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് മടക്കാൻ പറ്റണുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ മടക്കാൻ പറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത്
നമ്മൾ മുടക്കണ രീതിക്കൊന്നും ഇത് വരത്തില്ല. ഒരു 2 മണിക്കൂറൊക്കെ ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ എല്ലാവരുടെയും ഡ്രസ്സ് തേച്ച് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ രാവിലെയുള്ള ഒരു ഹറിബറിയൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതായത് കണ്ട ഷർട്ടെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.